ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം എക്കാലത്തും ഈ രാജ്യത്തിന്റെ വികസന ചരിത്രം കൂടിയാണ്. നീരാവി എഞ്ചിനുകളിൽ തുടങ്ങി കൽക്കരിയിലും ഡീസലിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന ട്രെയിനുകളിലൂടെ സഞ്ചരിച്ച് വന്ദേ ഭാരത് പോലെയുള്ള ആധുനിക സെമി ഹൈസ്പീഡ് ട്രെയിനുകളിൽ എത്തി നിൽക്കുന്ന ആ യാത്ര ഇന്ത്യയുടെ സാങ്കേതികവും സാമ്പത്തികവുമായ വളർച്ചയുടെ നേർക്കാഴ്ചയാണ്. ആ യാത്രാവഴിയിലെ ഏറ്റവും പുതിയതും വിപ്ലവകരമായതുമായ പ്രഖ്യാപനമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം നടത്തിയത്. കിഴക്കൻ ഇന്ത്യയുടെ യാത്രാ സങ്കല്പങ്ങളെയും സാമ്പത്തിക ഭൂപടത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ് പശ്ചിമ ബംഗാളിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാത്രാ സൗകര്യം എന്നതിനേക്കാൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അതിർത്തികളെയും വാണിജ്യ കേന്ദ്രങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു വലിയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിന്നും തുടങ്ങി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടമായ സിലിഗുരിയിൽ അവസാനിക്കുന്ന ഈ അതിവേഗ റെയിൽ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ ദിവസങ്ങൾ നീളുന്ന ദുർഘടമായ യാത്ര വെറും 6 മണിക്കൂർ എന്ന മാന്ത്രിക വേഗത്തിലേക്ക് ചുരുങ്ങും. കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പലരും പ്രതീക്ഷിച്ചത് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനവും കിഴക്കിന്റെ സാംസ്കാരിക നഗരവുമായ കൊൽക്കത്തയായിരിക്കും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി തിരഞ്ഞെടുക്കുക എന്നാണ്. കാരണം പശ്ചിമ ബംഗാളിലെ ഏത് വലിയ വികസന പദ്ധതികളും കാലാകാലങ്ങളായി കൊൽക്കത്തയെ കേന്ദ്രീകരിച്ചാണ് നടപ്പിലാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊൽക്കത്തയ്ക്ക് പകരം സിലിഗുരിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഇതൊരു അപ്രതീക്ഷിത തീരുമാനമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ അതിസൂക്ഷ്മമായ ഭൂമിശാസ്ത്രപരവും സൈനികവും സാമ്പത്തികവുമായ കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഒരു ഇടനാഴിയാണ് സിലിഗുരി. ഭൂപടത്തിൽ നോക്കിയാൽ ഒരു കോഴിയുടെ കഴുത്ത് പോലെ തോന്നിപ്പിക്കുന്ന ഈ പ്രദേശത്തെ ചിക്കൻ സ്നെക്ക് എന്നാണ് പ്രധാനമായി പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ അയൽ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഇടുങ്ങിയ ഭൂപ്രദേശത്തിന് കേവലം 22 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. സൈനികപരമായി നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ലോലമായ എന്നാൽ ഏറ്റവും തന്ത്രപ്രധാനമായ പ്രദേശമാണിത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ചരക്ക് നീക്കവും സൈനിക നീക്കവും പൂർണ്ണമായും ഈ ചെറിയ ഇടനാഴിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ രാജ്യ തലസ്ഥാനത്തു നിന്നും സിലിഗുരിയിലേക്ക് അതിവേഗത്തിലുള്ള ഒരു യാത്രാ സംവിധാനം ഒരുക്കുക എന്നത് കേവലം ഒരു അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന നീക്കം കൂടിയാണ്. കൊൽക്കത്തയേക്കാൾ സിലിഗുരിക്ക് പ്രാധാന്യം നൽകാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകവും ഈ അതിർത്തി സുരക്ഷയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുമാണ്. ഈ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ ഡൽഹിയിൽ നിന്നും സേനയ്ക്കും അവശ്യ വസ്തുക്കൾക്കും മണിക്കൂറുകൾക്കകം അതിർത്തിയിലെത്താൻ സാധിക്കും. ഒരടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും അത് കടന്നുപോകുന്ന വഴികളെ സ്വാധീനിക്കാതെ പൂർണ്ണമാകില്ല. ഡൽഹിയിൽ നിന്നും സിലിഗുരിയിലേക്കുള്ള ഈ ബുള്ളറ്റ് ട്രെയിൻ പാത കടന്നു പോകുന്നത് ഉത്തരേന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സാമ്പത്തിക കേന്ദ്രങ്ങളിലൂടെയാണ്. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്നും പ്രയാണം ആരംഭിക്കുന്ന ഈ അതിവേഗ ട്രെയിൻ ഉത്തർപ്രദേശിന്റെ ഹൃദയഭാഗങ്ങളായ ലക്നൌവിലൂടെയും ആത്മീയ നഗരമായ വാരണാസിയിലൂടെയും കടന്ന് ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയും പിന്നിട്ടാണ് ബംഗാളിലെ സിലിഗുരിയിൽ എത്തിച്ചേരുന്നത്. ഈ നഗരങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലും വർത്തമാനത്തിലും വലിയ സ്വാധീനമുള്ളവയാണ്. ഈ സംസ്ഥാനങ്ങളിലെ ജനസാന്ദ്രതയും അവിടെ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണവും വളരെ വലുതാണ്. നിലവിൽ ഡൽഹിയിൽ നിന്നും ഈ നഗരങ്ങളിലേക്കും അവിടെ നിന്ന് സിലിഗുരിയിലേക്കും യാത്ര ചെയ്യാൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. എന്നാൽ പുതിയ പാത വരുന്നതോടെ ബിസിനസ് യാത്രകൾക്കും വിനോദസഞ്ചാരത്തിനും വലിയൊരു കുതിച്ചുചാട്ടമുണ്ടാകും. വാരണാസി പോലെയൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ലക്നൗ, പാറ്റ്ന പോലെയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിലേക്കും ഡൽഹിയിൽ നിന്നും അതിവേഗം എത്തിച്ചേരാൻ സാധിക്കുന്നത് ആഭ്യന്തര വിനോദസഞ്ചാരത്തെയും വ്യവസായത്തെയും വലിയ രീതിയിൽ സഹായിക്കും. വിമാനയാത്രയ്ക്ക് സമാനമായ യാത്രാ സമയം, എന്നാൽ വിമാനത്താവളങ്ങളിലെ പരിശോധനാ കടമ്പകളില്ലാതെ നഗരഹൃദയങ്ങളിൽ നിന്ന് നേരിട്ട് കയറാനും ഇറങ്ങാനുമുള്ള സൗകര്യം എന്നിവ ബുള്ളറ്റ് ട്രെയിനുകളെ സാധാരണക്കാരുടെയും ബിസിനസ്സുകാരുടെയും പ്രിയപ്പെട്ട യാത്രാ മാർഗമാക്കി മാറ്റും. ഏതൊരു വലിയ വികസന പദ്ധതിക്കും ഇന്ധനമാകുന്നത് അതിനായി മാറ്റിവെക്കുന്ന സാമ്പത്തിക വിഭവങ്ങളാണ്. റെയിൽവേയുടെ വികസനത്തിനായി പശ്ചിമ ബംഗാളിൽ ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. മുൻ UPA സർക്കാരിന്റെ കാലത്ത് പശ്ചിമ ബംഗാളിന്റെ റെയിൽവേ വികസനത്തിനായി കേവലം 4000 കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഈ തുക 14,205 കോടി രൂപയായി വർദ്ധിപ്പിച്ചു എന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രം നൽകുന്ന വലിയ മുൻഗണനയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പണം അനുവദിച്ചുകൊണ്ട് മാത്രം വികസനം നടക്കണമെന്നില്ല. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണമായ പിന്തുണ അത്യന്താപേക്ഷിതമാണ്.
പ്രത്യേകിച്ചും ഭൂമി ഏറ്റെടുക്കൽ പോലെയുള്ള സങ്കീർണമായ വിഷയങ്ങളിൽ. ഇവിടെയാണ് പദ്ധതികൾ നേരിടുന്ന വലിയ വെല്ലുവിളികളെക്കുറിച്ച് മന്ത്രി തുറന്നടിച്ചത്. പശ്ചിമ ബംഗാളിൽ പല കേന്ദ്ര റെയിൽവേ പദ്ധതികളും ഇഴഞ്ഞു നീങ്ങുന്നതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. വളരെ ലളിതമായ ഭരണപരമായ അനുമതികൾ പോലും യഥാസമയം നൽകാത്തത് കാരണം പല പ്രോജക്റ്റുകളും സ്തംഭനാവസ്ഥയിലാവുകയും ചിലതൊക്കെ കോടതി കയറുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ വില നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണെന്ന സത്യമാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള ഈ രാഷ്ട്രീയ വടംവലി അവസാനിപ്പിച്ചാൽ മാത്രമേ ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെയുള്ള സ്വപ്ന പദ്ധതികൾ നിശ്ചിത സമയത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകൂ. സിലിഗുരിയിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ പ്രഖ്യാപിച്ചുവെങ്കിലും ബംഗാളിന്റെ ജീവനാഡിയായ കൊൽക്കത്തയെ റെയിൽവേ മന്ത്രാലയം പൂർണ്ണമായും അവഗണിച്ചിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ ട്രെയിൻ ഓടിത്തുടങ്ങിയ നഗരമാണ് കൊൽക്കത്ത. എന്നാൽ അതിന്റെ പിന്നീടുള്ള വളർച്ച വളരെ മന്ദഗതിയിലായിരുന്നു. കഴിഞ്ഞ 42 വർഷത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണകാലത്ത് കൊൽക്കത്തയിൽ ആകെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വെറും 28 കിലോമീറ്റർ മെട്രോ പാത മാത്രമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറഞ്ഞ കാലയളവിനുള്ളിൽ 45 കിലോമീറ്റർ പുതിയ മെട്രോ പാത കൊൽക്കത്തയിൽ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നത് നഗര ഗതാഗത രംഗത്തെ വലിയൊരു നേട്ടമാണ്. ഇതുകൂടാതെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 60 അത്യാധുനിക നെക്സ്റ്റ് ജനറേഷൻ മെട്രോ റേക്കുകൾ കൊൽക്കത്തയിൽ അവതരിപ്പിക്കാമെന്ന പ്രഖ്യാപനവും നഗരത്തിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. യാത്രാ സൗകര്യങ്ങൾക്ക് പുറമെ വ്യാവസായിക വികസനത്തിനും പുതിയ പ്രഖ്യാപനങ്ങളിൽ വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈസ്റ്റ് വെസ്റ്റ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ അഥവാ കിഴക്ക് പടിഞ്ഞാറൻ ചരക്ക് ഗതാഗത ഇടനാഴി. പശ്ചിമ ബംഗാളിലെ ഡാൻകുനിയെയും അതുപോലെ ഗുജറാത്തിലെ സൂററ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഇടനാഴി ഇന്ത്യയുടെ ചരക്ക് നീക്ക ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി മാറും. കിഴക്കൻ നഗരങ്ങളിലെ തുറമുഖങ്ങളെയും വ്യവസായങ്ങളെയും പടിഞ്ഞാറൻ തീരത്തെ വൻകിട വാണിജ്യ കേന്ദ്രങ്ങളുമായി തടസ്സമില്ലാതെ ബന്ധിപ്പിക്കാൻ ഈ പാതയിലൂടെ സാധിക്കും. ഇതിലൂടെ ചരക്ക് നീക്കത്തിന്റെ സമയവും ചെലവും വലിയ രീതിയിൽ കുറയുകയും അത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ഇവയ്ക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നതിന് മുൻപേ തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും അമൃത് ഭാരത് ട്രെയിനുകളും പശ്ചിമ ബംഗാളിന് അനുവദിച്ചതും റെയിൽവേ വൈദ്യുതീകരണം റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കിയതും കിഴക്കൻ ഇന്ത്യയോടുള്ള സർക്കാരിന്റെ പ്രത്യേക പരിഗണനയാണ് എടുത്തു കാണിക്കുന്നത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറം താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസന മാതൃകയാണ് റെയിൽവേ മന്ത്രാലയം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി പശ്ചിമ ബംഗാളിലെ എല്ലാ നിയമസഭാ സാമാജികരുമായും ടെലിഫോണിലൂടെ നേരിട്ട് ആശയവിനിമയം നടത്തിയെന്നത് തികച്ചും മാതൃകാപരമായ ഒരു നടപടിയാണ്. ഓരോ മണ്ഡലത്തിലെയും ജനപ്രതിനിധികൾക്ക് അവരുടെ പ്രദേശത്ത് ആവശ്യമായ റെയിൽവേ വികസനങ്ങളെക്കുറിച്ചും പുതിയ സ്റ്റേഷനുകളെക്കുറിച്ചും അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഇതിലൂടെ സാധിക്കും. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരാണെങ്കിലും ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വികസന പദ്ധതികൾ രൂപരേഖ തയ്യാറാക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ചുരുക്കത്തിൽ ഡൽഹിയിൽ നിന്നും സിലിഗുരിയിലേക്കുള്ള ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വെറുമൊരു യാത്രയ്ക്കുള്ള ഉപാധി മാത്രമല്ല. അത് ഇന്ത്യയുടെ അതിർത്തികളെ ഭദ്രമാക്കുന്ന, പുതിയ വ്യവസായങ്ങൾക്ക് ജീവൻ നൽകുന്ന, കിഴക്കൻ ഇന്ത്യയുടെ സാമ്പത്തികവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥയെ ഇല്ലാതാക്കുന്ന ഒരു വലിയ കുതിപ്പാണ്. സമയമാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്. മാസങ്ങൾ എടുത്തിരുന്ന യാത്രകൾ ദിവസങ്ങളിലേക്കും മണിക്കൂറുകളിലേക്കും ചുരുങ്ങിയതാണ് ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടം. ഡൽഹിയിൽ നിന്നും ആരംഭിച്ച് 6 മണിക്കൂർ കൊണ്ട് സിലിഗുരിയിൽ അവസാനിക്കുന്ന ഈ അതിവേഗ യാത്ര യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഇന്ത്യയുടെ വികസന ഭൂപടത്തിൽ വരച്ചിരുന്ന അതിർവരമ്പുകൾ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്നാൽ കിഴക്കൻ ഇന്ത്യയുടെ ഈ സുവർണ സ്വപ്നം വളരെ വേഗം ട്രാക്കിലെത്തുകയും ഈ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി മറിയുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.